കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അത് അവസാനിച്ചിട്ടില്ല. അവസാനിച്ചതിന് ശേഷം വീണ്ടും ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. ആ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. കാരണം ഞങ്ങൾ LDF ഉറച്ചു തന്നെ നിൽക്കുമെന്നും LDF മൂന്നാം തവണ കൂടി പിണറായി വിജയൻ ഭരണം കിട്ടുമെന്നും പറയാൻ പോവുകയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ സൂചനകളൊക്കെ നേരത്തെ തന്നെ നൽകിയിരുന്നു. കാരണം ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ 5 MLA മാരും, അതായത് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അടക്കമുള്ള, റോഷി അഗസ്റ്റിൻ മന്ത്രി അടക്കമുള്ള, ജയരാജ് അടക്കമുള്ള ഇവരുടെ 5 MLA മാരും, അതായത് ചങ്ങനാശ്ശേരി MLA അടക്കമുള്ള 5 പേരും യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. കാരണം തുടർ ഭരണം കിട്ടുമെന്നും ഞങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന UDF ഇല്ല എന്നും പറഞ്ഞു കഴിഞ്ഞു. UDF പോകുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ജോസ് കെ മാണി പറഞ്ഞത്. കൂടാതെ അദ്ദേഹം പറഞ്ഞത് അതൊരു ഇനി പറഞ്ഞ പോലെ ഇനി ഒരിക്കലും തുറക്കാത്ത പുസ്തകമാണ്, ആരെങ്കിലും അത് തുറന്നിട്ടുണ്ടെങ്കിൽ അത് അടച്ചു വെച്ചോളൂ, UDF എല്ലാ ചർച്ചകളും അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF ജോസ് കെ മാണി ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ചർച്ചകൾ നടത്തിയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, പാലായിൽ നിന്നാൽ UDF ഭാഗത്ത് നിന്നുകൊണ്ട് ജയിക്കാൻ കഴിയുമോ എന്ന് പറയുന്ന സംശയം അദ്ദേഹത്തിന് വീണ്ടും ഉണ്ടായിട്ടിരിക്കുന്നു. കാരണം കോൺഗ്രസ്സുകാർ അവിടെ വലിയ തോതിൽ എതിരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യാൻ്റെ സാധ്യതയില്ല. അതേസമയം ഇത്തവണ 1558 ഭൂരിപക്ഷമുണ്ട്. യഥാർത്ഥത്തിൽ സ്വതന്ത്രന്മാരെയും കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു 2000-ത്തിനടുത്തുള്ള ഭൂരിപക്ഷം കിട്ടും LDF നിന്നാൽ. അപ്പോൾ ചെറിയൊരു സാധ്യതയെങ്കിലും ഉള്ളത് LDF കാരണം ഈ വേവിനകത്തും ഈ തരംഗത്തിനകത്ത് പോലും യഥാർത്ഥത്തിൽ LDF പിടിച്ചു നിർത്തിയിട്ടുള്ളത്, LDF പിടിച്ചു നിൽക്കാൻ പറ്റിയ, UDF നിന്ന് മേടിച്ചെടുക്കാൻ പറ്റിയ 3 മണ്ഡലങ്ങളിൽ ഒന്ന് കോവളവും, രണ്ടാമത്തേത് കുണ്ട്രയും, മൂന്നാമത്തേത് പാലയുമാണ്. പക്ഷേ പാലയിൽ അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഇപ്പോൾ അവിടെ ചെയർമാനായിട്ടുള്ളത് നമുക്കറിയാം ബിനു ജോസ് പുളിക്കക്കണ്ടമൊക്കെയാണ്. അപ്പോൾ ബിനു ജോസ് പുളിക്കക്കണ്ടമടക്കമുള്ള ആളുകൾ ഇനിയിപ്പോൾ ജോസ് കെ മാണി അങ്ങോട്ട് ചെന്നാൽ ഉറപ്പായിട്ടും ബിനു ജോസ് പുളിക്കക്കണ്ടമൊക്കെ UDF നിന്ന് വിട്ട് LDF പോരാനും ആ പാലാ നഗരസഭയുടെ ഭരണം തന്നെ LDF കിട്ടാനും സഹായിക്കും. കൂടാതെ നിങ്ങൾ അറിയേണ്ടത് കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള, അതായത് 2020 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് 356 പേരാണ്. വോട്ട് ഷെയർ എന്ന് പറയുന്നത് 2.54ആണ്. ഏതാണ്ട് 3% താഴെയാണ് അവരുടെ സ്വതന്ത്രരൊക്കെ കൂടി കൂട്ടിവെച്ചാൽ. അങ്ങനെ കൂട്ടിവെച്ചാലുള്ള മെമ്പേഴ്സിൽ വലിയ കുറവ് ഇത്തവണ യഥാർത്ഥത്തിൽ ജോസ് കെ മാണിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഏതാണ്ട് ഒരു 100ഓളം വരണം, 110ഓളം വരുന്ന മെമ്പേഴ്സിൻ്റെ കുറവ് ജോസ് കെ മാണിക്കുണ്ടായി. ഇപ്പോൾ അവർ ജയിച്ചിട്ടുള്ളത് 246 മെമ്പേഴ്സാണ് ആകെയുള്ളത്. ആ 246 മെമ്പേഴ്സിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 1.62 എന്ന് പറഞ്ഞാൽ 2% താഴെയാണ് അവർക്ക് വോട്ടുകൾ വന്നേക്കുന്നത് പോലും. അപ്പോൾ ഇത്തരത്തിൽ നിൽക്കുന്ന ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഇപ്പോൾ UDF പോകാനാണ് തീരുമാനിച്ചെങ്കിൽ റോഷി അഗസ്റ്റിൻ പോകില്ല, ചീഫ് വിപ്പായിട്ടുള്ള ജയരാജ് പോകില്ല, അതുപോലെ തന്നെ പ്രമോദ് നാരായണനും പോകില്ല. പിന്നെ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ പോലെയുള്ള ആളുകൾ പോലും, പൂഞ്ഞാറിൽ നിന്ന് മത്സരിച്ച ആളുകളും ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള MLA ഒക്കെ പോലും വലിയ കൺഫ്യൂഷനിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇതെല്ലാം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, ഈ ടോട്ടൽ മെമ്പേഴ്സായിട്ടുള്ള 246 പേർ ഇത്തവണ ജയിച്ചേക്കുന്നത് എല്ലാവരും തന്നെ ഇടതു മുന്നണിയുമായിട്ട് വലിയ ബന്ധത്തിലുള്ള ആളുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അഡ്വക്കേറ്റായിട്ടുള്ള അനിൽകുമാർ, അദ്ദേഹം കോട്ടയത്ത് നിന്നുള്ള CPM പ്രമുഖരായിട്ടുള്ള നേതാവാണ്, സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. ആ സംസ്ഥാന കമ്മിറ്റി മെമ്പർ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോട്ടയത്തുള്ള അവരുടെ പ്രധാനപ്പെട്ട ലോക്കൽ നേതാക്കളെ എല്ലാവരെയും തന്നെ കാണുകയും ആ ലോക്കൽ നേതാക്കളെ കാണുന്നത് കൂടാതെ അവിടെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും അടക്കമുള്ള ആളുകളോട് എല്ലാവരും തന്നെ ഈ ജോസ് കെ മാണിയുടെ 264 മെമ്പർമാരെയും തന്നെ കോൺടാക്ട് ചെയ്യാൻ പറയുകയും അവരെല്ലാവരും തന്നെ ജയിച്ചത് പലപ്പോഴും നമുക്കറിയാം കൃത്യമായി CPM വോട്ടുകൾ കൂടിക്കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ CPM വോട്ടുകളും CPM പ്രവർത്തകരും ഒക്കെ വലിയ തോതിൽ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചതിന് ശേഷമാണ് അവർ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബോണ്ടേജ് കൃത്യമായിട്ട് അവർക്ക് ഈ പറയുന്ന ഏറ്റവും ലോക്കൽ അടിസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുമായി CPM ആളുകളുമായിട്ട് അവർക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള 246 വരുന്ന നേതാക്കന്മാരിൽ ഏതാണ്ട് ഒരു 100-150 നേതാക്കന്മാർ പോലും വേണമെങ്കിൽ CPM ഒപ്പം നിൽക്കാം, അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ്റെ ഒപ്പം നിൽക്കാം എന്നുള്ളൊരു വർക്കിന് വേണ്ടി CPM തന്നെ തുനിഞ്ഞിറങ്ങുകയും CPM അത്തരത്തിൽ ലോക്കലായിട്ടുള്ള നേതാക്കന്മാരുടെ അടുത്ത് വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുകയും ചെയ്തു. അത് നിങ്ങളറിയേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയാൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം സ്മൃതി പരുത്തിക്കാടിൻ്റെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു കാർഡിനെ പോലും കളിയാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാരണം ഇത് മര്യാദഘട്ട മാധ്യമ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്.
സ്മൃതി ചെയ്തതിൽ തെറ്റൊന്നുമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയേക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് കേരള കോൺഗ്രസ് നേതാക്കളുടെ പടം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ തെറ്റായൊരു വാർത്ത പ്രചരിപ്പിക്കുന്നതും നിങ്ങൾ ചർച്ച നടത്തുന്നതുമൊക്കെ മോശപ്പെട്ട മാധ്യമ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതിയേക്കുന്നത്. കൂടാതെ അദ്ദേഹം യഥാർത്ഥത്തിൽ അന്ന് തന്നെ അദ്ദേഹവും അതുപോലെ തന്നെ ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ നേതാക്കന്മാരുമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ചിത്രവും കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇടതുമുന്നണിയുടെ പോക്കിനെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ CPM ജില്ലയിലും ഏരിയയിലും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റികളിലും അടക്കം ഇടുക്കിയിലും പത്തനംതിട്ടയിലും വിശേഷിയ കോട്ടയത്തുമടക്കം വളരെ കൃത്യമായി നടപ്പിലാക്കുകയും റോഷി അഗസ്റ്റിൻ പാർട്ടിയിൽ പിളർപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ റോഷി അഗസ്റ്റിനോടൊപ്പം നിൽക്കാൻ ഇവരിൽ മഹാഭൂരിപക്ഷം പേരും തയ്യാറാകും എന്നുള്ള നിലക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇതെല്ലാം കൂടി കൃത്യമായി വന്നപ്പോൾ ഞാൻ ജോസ് കെ മാണി UDFിലേക്ക് പോവുകയാണെങ്കിൽ UDFിലേക്ക് പോയാൽ വളരെ ദുർബലനായിട്ടുള്ള ഒരു കേരള കോൺഗ്രസ് എം, ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പിൻ്റെ അത്ര പോലും ശക്തിയില്ലാത്ത ഒരു കേരള കോൺഗ്രസ് എം ആയിട്ടായിരിക്കും ഞാൻ പോകേണ്ടി വരിക എന്നുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് ജോസ് കെ മാണി എത്തി. അതുകൊണ്ട് തനിക്ക് മന്ത്രിയാകാം എന്നുള്ളൊരാഗ്രഹം വെക്കുന്നതിനേക്കാൾ നല്ലത് മന്ത്രിയാകണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിന്നാൽ മന്ത്രിയാകാം. കൂടാതെ ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ 2 മന്ത്രിസ്ഥാനം കൊടുക്കാം. റോഷി അഗസ്റ്റിനും അതുപോലെ ജോസ് കെ മാണിക്കും കൂടി വേണമെങ്കിൽ മന്ത്രിസ്ഥാനം കൊടുക്കാം ജോസ് കെ മാണി ജയിച്ചു വരികയാണെങ്കിൽ എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൃത്യമായി കൊടുക്കുകയും ഏറ്റവും താഴെത്തട്ടിലുള്ള അണികളിൽ വരെ ഈ സ്വാധീനം ഉറപ്പിക്കുകയും കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ട് ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ മുതൽ യഥാർത്ഥത്തിൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ മുതലുള്ള സെക്രട്ടറിമാർ മുതലുള്ള ആളുകളൊക്കെ തന്നെ വലിയൊരു ബോണ്ടേജ് ഉണ്ടാക്കി വെക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ തോതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചോദിച്ചവർ 3 മാസം കഴിയുമ്പോൾ നേരെ ചെന്നിട്ട് എങ്ങനെയാണ് UDFിന് വേണ്ടി വോട്ട് ചോദിക്കുക, എങ്ങനെയാണ് LDF തെറ്റാണ് അല്ലെങ്കിൽ മോശമാണ് എന്ന് പറയുക എന്ന് പറയുന്ന വലിയ ചോദ്യം അവരോടൊക്കെ ചോദിക്കുകയും അവരിൽ മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരും മഹാഭൂരിപക്ഷം പേരും കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് നൽകുകയൊക്കെ ചെയ്തതോടുകൂടി താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകരുടെ സമ്മർദ്ദം കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇവരുടെ അനുഭാവികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വോട്ടുകളിലൊക്കെ തന്നെ വലിയ കുറവുണ്ടായത് ജോസ് കെ മാണിയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ജോസ് കെ മാണിയുടെ ഒരു പിടി അയയുന്നതിന് ഇത് കാരണമായി എന്നുള്ളതാണ് വാസ്തവം. അതായത് ഈ കേരള കോൺഗ്രസ് എമ്മിൽ പോലും ആദ്യം ജോസ് കെ മാണി വിചാരിച്ചിരുന്നു ഇനിയിപ്പോൾ 2-3 MLA വന്നില്ലെങ്കിലും തൻ്റെ ഈ പറയുന്ന പോലെ റാങ്ക് ആൻഡ് ഫയൽ അങ്ങനെ തന്നെ തനിക്ക് കൊണ്ടുപോകാൻ കഴിയും, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ലെന്നാണെങ്കിൽ CPMൻ്റെ ഈ നീക്കത്തിലൂടെ യഥാർത്ഥത്തിൽ തൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള 246 പേരിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ 100-120 പേരെങ്കിലും നഷ്ടപ്പെടും എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് കൂടി ജോസ് കെ മാണി എത്തി. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ കൃത്യമായി റോഷി അഗസ്റ്റിൻ CPMനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് പിണറായി വിജയനാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഏത് സമയത്തും എന്തത്ഭുതവും സംഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. കാരണം പിണറായി വിജയൻ്റെ തന്ത്രജ്ഞതയിൽ ജോസ് കെ മാണി ഇപ്പെടുന്ന പോലെ അടപടലം വീണിരിക്കുന്നു. അതുകൊണ്ട് ഇനിയൊരു മാറ്റത്തിന് സാധ്യതകളേ ഇല്ല. പകരം അദ്ദേഹം കൃത്യമായി മധ്യമേഖലാ ജാഥ നയിക്കാൻ തന്നെയാണ് സാധ്യത. കൂടാതെ ഈ പിടിയിൽ നിന്ന് അദ്ദേഹം വിടിയിപ്പിക്കാനൊക്കെ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കമില്ല. ഇനി ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, പാലായിലുള്ള ആളുകൾക്ക് മാണി സാറിനോട് ഉണ്ടായിരുന്ന താല്പര്യം ജോസ് കെ മാണിയോടില്ല എന്നുള്ളത് പൊതുവേ നമ്മളെല്ലാവരും തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ടായപ്പോൾ കരിങ്കോഴിക്കൽ മാണിയോടുണ്ടായ ആ കുടുംബത്തിനോടുണ്ടായ താല്പര്യം തന്നെ ആളുകൾക്ക് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതെല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് 25 സെൻറ്റ് സ്ഥലം കവടിയാറിൽ തന്നെ പിണറായി സർക്കാർ അനുവദിച്ചത് മാണിയുടെ സ്മാരകം പണിയാൻ. അപ്പോൾ അങ്ങനെ സ്മാരകം പണിയാൻ വേണ്ടി തൻ്റെ നേതാവിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ളൊരു വലിയ ഈ പറയുന്ന പോലെ വലിയ തോതിലുള്ള ഔദാര്യം അല്ലെങ്കിൽ ഒരു സ്വമനസ് കാണിച്ചിട്ടുള്ള പിണറായി വിജയനെ തള്ളിപ്പറയാൻ കൂടി ജോസ് കെ മാണിക്ക് ബുദ്ധിമുട്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള അണികളും അതുപോലെ തന്നെ റാങ്ക് ആൻഡ് ഫയലിലുള്ള ആളുകളും ഒക്കെ തന്നെ ഇനിയും ഈ ഗവൺമെൻറ്റിനെ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താൻ വയ്യ. മറ്റ് കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. JB കോശി കമ്മീഷൻ്റെ കാര്യത്തിലും അതുപോലെ ഭിന്നശേഷിക്കാരുടെ ഈ പറഞ്ഞ പോലെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിലുമൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ വിശദമാക്കിയതാണ്. അതിലെല്ലാം തന്നെ പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള തീരുമാനമെടുത്തു, സഭകൾക്കും അനുകൂലമായിട്ടുള്ള തീരുമാനമെടുത്തു. രണ്ടാമത്തെ പ്രശ്നം, ഇത്തരത്തിൽ വൈകാരികമായ ഒരു കാര്യം വന്ന് പതിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ KM മാണിയുടെയൊക്കെ ഈ പറയുന്ന പോലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പാരമ്പര്യം അല്ലെങ്കിൽ പിന്തുണച്ച റോഷി അഗസ്റ്റിനും LDFനുമൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന തലത്തിലേക്കുള്ള വൈകാരികമായിട്ടുള്ള ഒരു നേട്ടം കൂടിയായി മാറി. അങ്ങനെ മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ജോസ് കെ മാണിയുടെ പിതാവാണ് KM മാണി എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്കറിയാം കൃത്യമായി ഈ KM മാണിക്ക് അനുകൂലമായിട്ടുള്ള വികാരമെല്ലാം ജോസ് കെ മാണിയിലേക്ക് തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ
MGR മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കല്ല, പകരം ജയലളിതക്കാണ് വലിയ തോതിലുള്ള ആളുകളുടെ അനുകമ്പ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ NT രാമറാവു മരിച്ചതിന് ശേഷം നമുക്കറിയാം തെലുങ്കുദേശം പാർട്ടി ആരുടെ കൈകളിലേക്കാണ് എത്തിയത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ചന്ദ്രബാബു നായിഡു മരുമകൻ്റെ കൈകളിലേക്കാണ് എത്തിയത്. അപ്പോൾ അതേപോലെ തന്നെ ഇത് റോഷി അഗസ്റ്റിൻ്റെ കൈകളിലേക്ക് ഈ പറയുന്ന ഒരു വൈകാരികമായ KM മാണിയുടെ ഓർമ്മകളും അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം പണിയുകയും ചെയ്ത അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഈ പറഞ്ഞ പോലെ നേട്ടങ്ങളെല്ലാം എത്തിച്ചേരുക കൂടി ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ മെമ്പർമാർ വിട്ടുപോവുകയും KM മാണിയുടെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പൈതൃകവും ഒക്കെ തന്നെ മറ്റ് ഒരു ഗ്രൂപ്പ് കൂടി അടിച്ചുകൊണ്ട് പോവുകയും ചെയ്താൽ അത് വലിയ തോതിൽ തനിക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി ഏതാണ്ട് താൽക്കാലികമായി ഇപ്പോൾ ജോസ് കെ മാണി കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് വൈകുന്നേരത്തെ പത്രസമ്മേളനത്തോടെ അദ്ദേഹം അത് ഒരിക്കൽ കൂടി അസേർട്ടീവായി കൃത്യമായി പറയും. കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ പോലും അതിനകത്ത് ചില ഫ്ലോപ്സ് ഉണ്ടായിരുന്നു, അത്രയും കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇന്ന് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ചോദിച്ചിട്ടുണ്ട്, കാരണം ഞങ്ങൾക്ക് തുടർഭരണം കിട്ടും, പിന്നെ ഞങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ. അതുപോലെ UDF ആത്മവിശ്വാസം കുറവുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ രൂക്ഷമായി മിക്കവാറും UDF കടന്നാക്രമിക്കാനാണ് വഴി ഇന്ന് ജോസ് കെ മാണി. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഈ വാതിൽ അടഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പുസ്തകം തുറന്നതാരാണോ അവർ തന്നെ വായിച്ചിട്ട് അടച്ചു വെക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് LDF പിണറായി വിജയൻ്റെയും വലിയ വിജയം കൂടിയാണ്.